ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണോ? ജീവിതത്തിൽ പല തരത്തിലുള്ള സന്തോഷങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം, നാം പ്രാർത്ഥിച്ചതെല്ലാം അതുപോലെ നടക്കുമ്പോൾ ഒരു സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ ഒരല്ലലും അലച്ചിലും ഇല്ലാത്തപ്പോൾ ഉള്ള ഒരു സന്തോഷം. എന്നാൽ ഇവയിലെല്ലാം അപ്പുറമായ അനന്തമായ സന്തോഷം എപ്പോഴാണ് മനുഷ്യന് കൈവരുന്നത്? മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള മനുഷ്യൻ്റെ സന്തോഷം, അതാണ് യഥാർത്ഥ സന്തോഷം. ദൈവത്തെ അനുഭവിച്ച് അറിയുമ്പോൾ ഉള്ള സന്തോഷം, അതാണ് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം. ഈ സന്തോഷം നൽകാനാണ് കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നാം വിഷമിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാത്തപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. നമ്മുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ആ പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിച്ച് അധികം സമയം കളയരുത്. എന്തെന്നാൽ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വരുന്നു, വിട്ടുമാറാത്ത രോഗങ്ങൾ, ഇതെല്ലാം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് പരിശ്രമിക്കണം. ആ കാരണങ്ങൾക്കാണ് നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. ആ കാരണങ്ങൾ വിട്ടുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം, അതെങ്ങനെ പരിഹരിക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും അപ്പുറം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കാരണം പരിഹരിക്കപ്പെടാൻ ഒരൊറ്റ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ, അത് ദൈവത്തിന് മാത്രം. ദൈവം വാഗ്ദാനം ചെയ്ത യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പരിഹാരം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കുള്ള കാരണങ്ങൾ നമ്മെ വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതോർത്ത് നിങ്ങൾ ദുഃഖിച്ച് നെട്ടോട്ടമോടാതെ, നിങ്ങൾ ദൈവമേ, ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? എൻ്റെ പരാജയത്തിന് കാരണം എന്താണ്? എൻ്റെ തകർച്ചയുടെ കാരണം എന്താണ്? ആ കാരണം എനിക്ക് വെളിപ്പെടുത്തി തന്ന് ആ കാരണം സുഖപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എല്ലാവരോടും ദൈവത്തിലേക്ക് തിരികെ വരാനുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാരണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഓർക്കുക, ദൈവത്തിൽ നിന്നും നാം അകന്നു പോയിരിക്കുന്നു. അതിനാൽ ദൈവത്തിലേക്ക് തിരികെ വരിക. പൂർവാധികം നമ്മൾ എത്രയധികം ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, അതിലും അപ്പുറമായി, അതിലും സ്പീഡിൽ നാം ദൈവത്തിലേക്ക് തിരികെ വരിക. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. അതിനാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഓടിപ്പോകരുത്. നിയോഗങ്ങൾ സാധിക്കാൻ നിങ്ങൾ ഓട്ടം നടത്തരുത്. പലരും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും, നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ നിയോഗ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം ശരിയാകും. നിയോഗമുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ആ വ്യക്തിയെ കണ്ടാൽ, ആ വ്യക്തിയുടെ കൈവെപ്പ് പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടും. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇത്ര തവണ പോയി പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം ശരിയാകും. നിങ്ങൾ ഇത്ര ബലി അർപ്പിച്ചാൽ ഇത് ശരിയാകും. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത്, ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് എങ്ങും നിങ്ങൾ പോകരുത്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നത്തെ നിങ്ങൾ ഏറ്റെടുക്കുക. ആ പ്രശ്നത്തെ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കർത്താവിനെ അന്വേഷിക്കുക. നിങ്ങളുടെ മുറിയിൽ
കയറി കതകടച്ച്, അതല്ല എങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന്, കർത്താവേ, ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്, എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല, നീ മാത്രമേ ഉള്ളൂ, ഈ പ്രശ്നത്തിൻ്റെ കാരണം എനിക്ക് വെളിപ്പെടുത്തി തന്ന് ഇന്ന് തന്നെ ആ കാരണത്തിന്മേൽ പ്രവർത്തിക്കാൻ എന്നെ സഹായിക്കണമേ, എനിക്ക് അനുതാപം നൽകി എന്നെ ആശീർവദിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളെയും എടുത്തു മാറ്റും. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാരണത്തെ മാത്രം നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക, പ്രശ്നം കർത്താവ് പരിഹരിച്ചിരിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം സങ്കീർത്തകനോടൊപ്പം ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം അകന്നുപോയ അതുപോലെ തന്നെ അതിലും വേഗത്തിൽ തിരികെ ദൈവത്തിലേക്ക് മടങ്ങി വരിക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ സമയമായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായ സന്തോഷം നൽകാൻ പോകുന്നു. കർത്താവ് ആരും നിങ്ങളെ വഞ്ചിക്കാൻ ഇനി മുതൽ അവിടുന്ന് അനുവദിക്കുകയില്ല. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവേ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയാവുന്നത്ര എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യഥാർത്ഥ പ്രാർത്ഥന, സ്വർഗം ആഗ്രഹിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകൾ അത് ചുരുക്കമാണ്, അതെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ദൈവത്തിന് പ്രീതികരമായ പ്രാർത്ഥനകൾ ലോകമെമ്പാടും എത്തിക്കുന്നതിന് നിങ്ങൾ തീവ്ര പരിശ്രമം നടത്തുക. തീർച്ചയായും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 88 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, പകൽ മുഴുവൻ ഞാൻ സഹായത്തിന് അപേക്ഷിക്കുന്നു, രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ്, എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശക്തി ചോർന്നുപോയി. മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു. അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു. കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങ് ഇടയാക്കി. അവർക്ക് എന്നെ ഭീവത്സ വസ്തുവാക്കി. രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കർത്താവേ, എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ? നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ? ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും പ്രഘോഷിക്കുമോ? അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ? കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു. കർത്താവേ, അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട്? എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട്? ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസന്നനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു. ഞാൻ നിസ്സഹായനാണ്. അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി. അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു. പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു. അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു. സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവൻ അപകടത്തിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ കർത്താവേ,
യോനാ പ്രവാചകനെ പോലെ ഞങ്ങളും വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, യോനാ പ്രവാചകൻ നീ അവനോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കായികയാൽ അവൻ പോയിടമെല്ലാം അവന് വിനാശമുണ്ടായി. അവൻ പോയിടമെല്ലാം പരാജയമുണ്ടായി, തകർച്ചയുണ്ടായി. അവൻ്റെ കൂടെ നിന്നവർ പോലും പ്രതിസന്ധിയിലായി. കർത്താവെ, നിന്നെ അനുസരിക്കാതെ കടന്നുപോയ യോനാ പ്രവാചകൻ അവസാനം കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെട്ടപ്പോൾ, കർത്താവെ, മത്സ്യം അതിനെ വിഴുങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത വേദനയിൽ അവൻ നിലവിളിച്ചു. കർത്താവെ, ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എന്നെ പുറത്തെടുക്കണമെന്നല്ല, ആ കടലിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നല്ല, അവൻ നിന്നെ ധിക്കരിച്ചതിൻ്റെ, നിന്റെ കൽപ്പന പാലിക്കാത്തതിൻ്റെ ഓർത്ത് അവൻ അനുതപിച്ചു. കർത്താവേ, അപ്പോൾ നീ അവന് പരിഹാരമായി ആ മത്സ്യം ആ തിരയിലേക്ക് അവനെ ഛർദ്ദിച്ചിട്ട് അവൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകിയത്. അവൻ നിന്നെ അനുസരിക്കാത്ത മേഖലയിൽ അതോർത്ത് അനുതപിച്ച് നിന്നെ അനുസരിക്കുന്നതിന് വേണ്ടി അവൻ തയ്യാറായപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി വിട്ടുമാറാൻ തുടങ്ങി. കർത്താവേ, ഈ സങ്കീർത്തനത്തിലൂടെ നീ ഞങ്ങളുടെ പ്രശ്നങ്ങളെയല്ല, പ്രശ്നങ്ങളുടെ കാരണത്തെ വെളിപ്പെടുത്തി ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് തിരിച്ചു വരുവാൻ, നിന്നെ അനുസരിക്കുന്നവരായി കാണപ്പെടുന്നതിന്, അറിയപ്പെടുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രശ്നങ്ങളെ നോക്കി അല്ല ദൈവത്തിലേക്ക് പോകേണ്ടത്. നിയോഗങ്ങൾ സാധിക്കാനല്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. കർത്താവെ, പ്രശ്നങ്ങളുടെ പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അതിനാൽ ദൈവത്തിലേക്ക് തിരികെ വരാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കാൻ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക. രാവും പകലും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം സാധിക്കാനായി ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിയോഗത്തിൻ്റെ സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്. നിയോഗം സാധിച്ചു തരാം എന്ന് പറഞ്ഞ് പലരും നിങ്ങളെ വിളിക്കും, അവിടെയെങ്ങും നിങ്ങൾ പോകരുത്. നിങ്ങളുടെ നിയോഗം കർത്താവാണ് സാധിക്കേണ്ടത്. അതെപ്പോഴാണ് ആ നിയോഗം സാധിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ യഥാർത്ഥ അനുതാപത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ള പ്രാർത്ഥന, യഥാർത്ഥ അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് നിങ്ങളുടെ നിയോഗം, അതാണ് നിങ്ങളുടെ നിയോഗ പ്രാർത്ഥന. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുക. കർത്താവേ, ഞങ്ങളെപ്പോഴും നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ പ്രശ്നങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഓരോ നിയോഗം സാധിച്ചു കിട്ടുമ്പോഴും ഞങ്ങളുടെ സന്തോഷം ദുഃഖമായി മാറുന്നു, ഞങ്ങളുടെ ദുഃഖം വർദ്ധിച്ചു വരുന്നു. എന്തെന്നാൽ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിനപ്പുറം ഞങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം കാണിക്കണമേ. ഞങ്ങൾക്ക് വേർതിരിവിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് ദൈവമേ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിന്നിലേക്ക് തിരികെ വരാനുള്ള ആഹ്വാനമായി കണ്ട് കർത്താവേ, നിന്നിലേക്ക് തിരികെ വന്ന് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതി അറിയിച്ച എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീതിമാനായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം വെളിപ്പെടുത്തി ആ കാരണത്തെ പരിഹരിക്കാൻ കർത്താവേ, ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അങ്ങയെ വിട്ടകുന്ന നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ കേൾക്കാതെ ഇരിക്കുന്ന സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, യോനാ പ്രവാചകനെ പോലെ ഞങ്ങളും തിരികെ വരുന്നു, നിന്നിലേക്ക് ഞങ്ങൾ തിരികെ വരുന്നു. പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവേ, ഞങ്ങൾ നിന്നിലേക്ക് തിരികെ വരുന്നു.
ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ നിന്നിലേക്ക് വരുന്ന ഈ മക്കൾക്ക് അത്ഭുതകരമായി അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിന് മുൻപ് പ്രശ്നങ്ങളുടെ കാരണങ്ങൾക്ക് പരിഹാരമാകാൻ നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ കണ്ട് എടുത്ത് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഇന്ന് നമുക്ക് ധൈര്യവും ശക്തിയും ജ്ഞാനവും കർത്താവ് നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാരണത്തിന് നിങ്ങൾ പരിഹാരം കണ്ടെത്തുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകിയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയാവുന്നത്ര എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ നാമം യഥാർത്ഥത്തിൽ മഹത്വപ്പെടാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.